ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ശാലിനിയാണെങ്കിൽ കുട്ടികളെ അങ്ങ് അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് പഠിക്കാനായിട്ട്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അവിടെ ആകെ പ്രശ്നമായി, ചികിത്സയ്ക്ക് വെച്ചിരുന്ന കാശൊക്കെ വെറുതെ ആയി എന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ശാരദാമ്മയും പുറകെ ചെല്ലുകയാണ്. പൈസ കിട്ടിയതല്ലോ, പ്രൈസ് മണി കിട്ടിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ശാരദാമ്മയോട്. അന്നേരം ശാരദാമ്മ ആകെ അങ്ങ് അന്തം വിടുകയാണ്. പോലീസുകാർ കണ്ടുപിടിച്ച് കൊടുക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ പോലീസല്ലേ കൊടുത്തത് തന്നെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ശാലിനിക്ക് ആകപ്പാടെ ഒരു ക്ഷീണം. ശാലിനി അങ്ങോട്ട് കിടക്കാനായിട്ട് പോകുമ്പോൾ നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ചായ എടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അങ്ങോട്ട് തിരിയുന്നുണ്ട്. അതിന് മുന്നേ രാഘവൻ നായരുടെ അവസ്ഥയൊക്കെ ശാരദാമ്മയോട് പറയുന്നുണ്ട്. ഇതും കൂടി ആയപ്പോൾ അച്ഛൻ വീണുപോയി എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശ്യാമ എവിടെയെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. മുറിയിൽ കയറി കഥകട ചിരിപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അല്ല, സ്റ്റേഷനിൽ നിന്ന് രോഹിത്തിൻ്റെ ജാമ്യത്തിനായിട്ട് പോലീസുകാർ വിളിച്ചിരുന്നു, അവൾ അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അല്ല ജാമ്യത്തിലെടുക്കാനും കെട്ടിവയ്ക്കാനും തുക കൊടുക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ, അവരാരും വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവരെല്ലാവരും കൈ കഴിഞ്ഞ് കാണും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊരു തരത്തിൽ നന്നായി, അവൻ രക്ഷപ്പെടാനുള്ള അവസാന ചാൻസാണിത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, വെളിയിൽ ഇറങ്ങിയിട്ട് പഴയതുപോലെ കുടിച്ച് പോകാതിരുന്നാൽ മതിയായിരുന്നു, ഇതവനുള്ള അവസാന ചാൻസ് തന്നെയാണ്, എന്തായാലും നീ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ സർക്കിളിനെ വിളിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ആരും ജാമ്യത്തിലെടുക്കാൻ വരാതിരുന്നത് കൊണ്ടാണ് വൈഫിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞത്, നാളെ കോടതിയിൽ ഹാജരാക്കും, അവിടുന്ന് ജാമ്യം എടുക്കാനുള്ള രീതികൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സർക്കിൾ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട്, കോടതിയിൽ ഹാജരാക്കും, അവിടുന്ന് ജാമ്യം എടുക്കണോ? അന്നേരം നമ്മൾ ജാമ്യം എടുക്കണോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയും ഉപേന്ദ്രനും ചന്ദ്രബോസും ആരും എത്തിയിട്ടില്ല, അവർ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സഹായിച്ചല്ലേ പറ്റൂ, അല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ശാരദാമ്മ ഇങ്ങനെ പറയുന്നത്, അവസാന ചാൻസാണ്, എന്തായാലും അവനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മ അങ്ങ് ചായ എടുക്കാനായിട്ട് പോവുകയാണ്. ഇതിലെങ്കിലും നന്നായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഉപേന്ദ്രനും സുസ്മിതയും ചന്ദ്രബോസും, അപ്പോൾ ഈ ഉപഗ്രഹങ്ങളൊക്കെ അവനെ കൈ കഴിഞ്ഞു, അപ്പോൾ ഇനി വിള്ളൽ വീഴേണ്ടത് അവർക്കിടയിലാണ്, അവർക്കിടയിൽ വിള്ളൽ വീണാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാകും എന്നിങ്ങനെ ശാലിനി ചിന്തിക്കുന്നുണ്ട്. ഇതേസമയം സ്റ്റേഷനിലേക്ക് പോയ സത്യഭാമയും വിഷ്ണുവും കൂടി തിരികെ വേറൊരു ഓട്ടോയിൽ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം അകത്തേക്ക് കയറുമ്പോൾ, അല്ല കമലൻ നിൻ്റെ ഓട്ടോയും കണ്ട് എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്പലത്തിലോ മറ്റോ ആണ്, കൂടെ വിജിലയുണ്ട് എന്ന് പറയുക. അന്നേരം ആ ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ വാടക കൊടുക്കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അവരാവശ്യത്തിനല്ലേ, നമ്മുടെ കമലിനല്ലേ, അവനിങ്ങനെ കൊണ്ടുവരുമെന്ന് ഇവരിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ പിള്ള ഇങ്ങനെ ഓടിക്കൊണ്ട് വരികയാണ്, വിഷ്ണു കുഞ്ഞയെ സത്യാമ്മയെ എന്ന് വിളിച്ചുകൊണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ, സുബേർക്ക വീട്ടിലെ തല ഇടിച്ച് വീണു, മുറി മുഴുവൻ ചോരയാണ്, ആ കുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് ആകെ കരച്ചിലും ബഹളമാണെന്ന് പറയുമ്പോൾ, വിളിച്ചിട്ടാ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളയും വിളിച്ചുകൊണ്ട് വിഷ്ണു ഓടി അവിടത്തേക്ക് പോകുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നൂറേ എന്ന് വിളിച്ചുകൊണ്ടാണ് വിഷ്ണു ആണെങ്കിൽ ഓടി ചെല്ലുന്നത്. അന്നേരം വിഷ്ണു ഓടി ചെല്ലുമ്പോൾ സുബേർക്ക് അങ്ങനെ തറയിൽ കിടക്കുന്നു, നൂറിരുന്ന് കരയുകയാണ്. അന്നേരം പക്ഷേ ആ ഭിത്തിയിലെ ചോരയൊക്കെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ ഇവിടെ മൊത്തം ചോരയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം വീണതാണ്, തലയിടിച്ച് വീണതാണെന്ന് കരഞ്ഞുകൊണ്ട് നൂറ് പറയുന്നുണ്ട്. അന്നേരം എവിടെയും ചോദിക്കുമ്പോൾ കുളിമുറിയിൽ എന്നിങ്ങനെ പെട്ടെന്ന് നൂറ് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം എങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളയും വിഷ്ണുവും പിന്നെ നൂറും കൂടി സുബേറിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അവിടെ ഉമ്മറത്ത് കസേലയിൽ ഇരിക്കുന്നുണ്ട്, രാജിയും കൂടെയുണ്ട്. അവരിങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ തന്നെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരദാമ്മ കുടുംബത്തിന് എന്തുണ്ടായി ഇത്രയ്ക്കും വലിയ ഈ വിധി വന്നതെന്നൊക്കെ ആലോചിച്ച് രാജിയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് തന്നെ ശ്യാമ ഓട്ടോയിൽ വരുന്നുണ്ട്. പക്ഷേ ശാലിനി അവിടെ ഇരിക്കുന്നത് നോക്കുക പോലും ചെയ്യാതെ ശ്യാമ അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ്. അന്നേരം ശാരദാമ്മ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഞാൻ നിന്നെ ഫോൺ വിളിച്ചിരുന്നല്ലോ, നീ എന്താ എടുക്കാഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനും വിളിച്ചിരുന്നല്ലോ, എന്നിട്ട് കുഞ്ഞേച്ചി എന്താ എടുക്കാമായിരുന്നെന്ന് ചോദിക്കുമ്പോൾ, അത്രയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്, പിന്നെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ വീട്ടിലെ അത്രയ്ക്ക് പ്രധാനപ്പെട്ട വ്യക്തിയൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശാലിനി ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. നീ എന്താ ശ്യാമ എങ്ങനെയും ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ കാര്യത്തിന് ഞാൻ നോക്കിയല്ലേ പറ്റൂ, എനിക്ക് വേണ്ടി ഓടാനും ഒന്നിനും വേറെ ആരും ഇല്ലല്ലോ, എല്ലാവർക്കും എല്ലാവരും ഉണ്ട്, അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇറങ്ങി വരുന്ന ശാരദാമ്മ പറയുന്നുണ്ട്, ശ്യാമേ നിനക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കേണ്ടത് നിൻ്റെ
കൂടപ്പിറപ്പുകളോടല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ശ്യാമ ചോദിക്കുകയാണ്, എല്ലാവർക്കും അവരവരുടെ സ്വന്തം എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യം തന്നെയാണ് പ്രധാനം. പിന്നെ ഞാൻ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആരോടാണ് പറയേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ജയിലിൽ പോയി കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ചിലപ്പോൾ ഒരവസരം കൊടുത്താൽ നന്നായാലോ എന്ന് പറയുകയാണ്. അന്നേരവും ശ്യാമയാണെങ്കിൽ ശാലിനി എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. അന്നേരം സ്വാർത്ഥത കാണിക്കുന്നത് നീ തന്നെയാണ് എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അങ്ങനെ ബന്ധങ്ങളുടെ വില അങ്ങനെ എനിക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്താ അമ്മയും കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത്? ഇപ്പോൾ സ്വാർത്ഥത കാണിക്കുന്നത് നീയോ ഞങ്ങളോ ചോദിക്കുകയാണ്. അന്നേരവും ശ്യാമ അങ്ങ് ഇവരെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്, ശാരദാമ്മയും ശാലിനിയും ഒക്കെ. അന്നേരം എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട്, പിന്നെ നാളെ കോടതിയിൽ ഹാജരാക്കും, അപ്പോൾ ജാമ്യം എടുത്തില്ലെങ്കിൽ പിന്നീട് എന്നേക്കുമായി രോഹിത് അകത്താണ്, അതുകൊണ്ടാണ് എന്നെ സഹായിക്കാൻ ഞാൻ ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നത്. രോഹിത്തിൻ്റെ സ്വഭാവം വെച്ച് ആരും സഹായിക്കില്ല, അത് ശരി തന്നെ, പക്ഷെ കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്ക്, അത്രയുമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യ് എന്നിങ്ങനെ ശ്യാമ കരഞ്ഞുകൊണ്ട് ശാലിനിയോട് ഇങ്ങനെ കൈകൂപ്പി പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ശാലിനിക്ക് വിഷമവും തോന്നുന്നുണ്ട് ആ ഒരു അവസാന വാക്കിൽ. എന്നിട്ട് ശ്യാമ അങ്ങ് സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ആകെ വിഷമിച്ച് ശാലിനി അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ പറയുകയാണ്, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ രോഹിത്തിനെ നാളെ ജാമ്യത്തിൽ എടുക്കണമെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആലോചിച്ചാൽ പോരാ, അത് നടപ്പിലാക്കുകയും വേണം, അല്ലെങ്കിൽ ദൈവൾ എന്നേക്കുമായിട്ട് നിന്റെ ശത്രുവായിട്ട് മാറും. കൂടപ്പിറപ്പുകൾ തമ്മിൽ അകന്നു കഴിയുന്നത് കാണാനായിട്ട് എനിക്ക് വയ്യ ശ്യാമ, നമ്മളിൽ നിന്നും ഒരുപാട് അകന്നു പോകും. രോഹിത്തിനെ നാളെ ജാമ്യത്തിൽ എടുക്കുന്നത് നീ ആയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മയും അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അനുപല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നാളെ അനു എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയാണ്. തുടർന്ന് രോഹിത്തിന്റെ ജാമ്യത്തിന്റെ കാര്യമാണ് അവിടെ അനുപല്ലവിയോട് പറയുന്നത്. എസ് മാഡം എന്ന് അനുപല്ലവി പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ ഹോസ്പിറ്റലില് ആ റൂമിന് പുറത്ത് നൂറ് നിന്ന് ആകെ കരച്ചിലും ഒക്കെയാണ്. അന്നേരം പിന്നെ ഡോക്ടർ നഴ്സ് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അന്നേരം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാമെന്നൊക്കെ നഴ്സ് പറയുന്നുണ്ട്. ഈ സമയത്ത് അനൂപ് എത്തുന്നുണ്ട്. അനൂപിനെ കാണുമ്പോഴും നൂറാണെങ്കിൽ കരച്ചിലും ഒക്കെയാണ്. അന്നേരം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വബച്ചി ഒന്ന് വീണതാണ്, കുളിമുറിയിൽ വീണതാണ്, പിന്നെ തലയിടിച്ച് വീണു എന്ന് പറയുകയാണ്. അന്നേരം സ്ലിപ്പായി കാണും അല്ലേ എന്നിങ്ങനെ അനൂപ് ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നൂറ് അന്നേരം അനൂപിന്റെ മുഖത്ത് നോക്കുന്നില്ല, കള്ളമാണ് പറയുന്നത് എന്നുള്ള ബോധ്യം നൂറിന് നന്നായിട്ടുണ്ടല്ലോ. അതിനുശേഷം പിന്നെ ബാബുജിയുടെ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നൂറ് കരച്ചിലാണ്. ഈ സമയത്ത് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുബേറിൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഴ്ചയുടെ ആഘാതം ആ ഒരു നാഡീഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ രക്തഓട്ടം കുറവാണ് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അനൂപ് ചോദിക്കുമ്പോൾ അതൊന്നും പറയാനായിട്ട് കഴിയില്ല, ചിലപ്പോൾ ആള് എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നൂറങ്ങ് കരച്ചിലാണ്. അന്നേരം ആയുഷ്കാലം മുഴുവൻ അങ്ങനെ ആയിരിക്കുമെന്നല്ല, ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഇങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കുക അതേ ഉള്ളൂ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അങ്ങ് പോവുകയാണ്. അന്നേരം നൂറിൻ്റെ ഒരു കരച്ചിൽ കണ്ടിട്ട് അനൂപ് ചോദിക്കുന്നുണ്ട്, എന്താടോ ഇത്, തനങ്ങ് വല്ലാതായല്ലോ, എത്ര ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായാലും ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന് പറഞ്ഞ ആളാണോ ഇപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരയുന്നതെന്നൊക്കെ പറഞ്ഞ് നൂറിനെ ആശ്വസിപ്പിക്കാനായിട്ട് അനൂപ് ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഒരു നഴ്സ് വന്നിട്ട് പിന്നെ സുബേറിൻ്റെ ബന്ധുക്കളെ ചോദിക്കുമ്പോൾ ഞങ്ങളാണെന്ന് അവർ പറയുന്നുണ്ട്. തുടർന്നൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് അനൂപ് അത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ കോടതിയിൽ പിന്നെ അനുപല്ലവി ആണെങ്കിൽ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അനുപല്ലവിയും ശ്യാമയും കൂടി അവിടെ കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വക്കീൽ വരുന്നുണ്ട്. ഞാൻ അല്പം താമസിച്ചു പോയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പഞ്ചിങ് പാലിക്കണമെന്നിങ്ങനെ അനുപല്ലവി പറയുമ്പോൾ അത് നമ്മൾ ആ കേസ് വിളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായാൽ മതി, പിന്നെ അപ്പോൾ കളക്ടർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസാണെന്നൊക്കെ അനുപല്ലവി പറയുന്നുണ്ട്. അന്നേരം അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് വന്നത്, പിന്നെ ആൾ വെടിപ്പല്ലേ, ഈ വാറ്റിൽ നിന്ന് കേൾക്കുമ്പോഴേ ജഡ്ജിക്ക് ആകെ കലിയാണ്, പിന്നെ മദ്യക്കുപ്പി മാത്രമല്ലേ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളൂ എന്നൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പക്ഷേ അകത്ത് നിന്നും രോഹിത് ഇറങ്ങി വരുന്നുണ്ട്. സുസ്മിതയോടൊപ്പവും വേറൊരു വക്കീലിനോടൊപ്പം ഇറങ്ങി വരികയാണ്. അന്നേരം സുസ്മിത ആണെങ്കിൽ നേരത്തെ വന്ന് ഈ രോഹിത്തിനെ ജാമ്യത്തിൽ എടുത്തു കഴിഞ്ഞിരുന്നു. അന്നേരം രോഹിത്തെ എന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരം ജാമ്യം എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കെന്താ ജാമ്യം കിട്ടില്ലെന്ന് നീ കരുതിയും ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളും ജാമ്യം എടുക്കാനായിട്ടാണ് വന്നത് എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ നിന്റെ കുഞ്ഞേച്ചിയുടെ ഏർപ്പാടല്ലേ, നിന്നെ കാത്തു നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ റിമാൻഡിലായി അകത്തായി കിടന്നേനെ, നമ്മുടെ കൂടെ ആപത്തിൽ സഹായിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, എൻ്റെ കൂടെ ഇപ്പോൾ ആരുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ശ്യാമയോട് ആകെ ദേഷ്യപ്പെട്ട് രോഹിത് സംസാരിക്കുകയാണ്. അന്നേരം ശ്യാമ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ അതിനാണ് വന്നത് എന്നുള്ളതൊക്കെ, പക്ഷേ സമ്മതിക്കുന്നില്ല. സുസ്മിതയും സമ്മതിക്കുന്നില്ല. സുസ്മിത ചോദിക്കുകയാണ്, നീ എന്ത് വിചാരിച്ചടി, ഞങ്ങൾ ഇവനെ ഇങ്ങനെ കൈവിടുമെന്ന് വിചാരിച്ചോ, കൂട്ടത്തിൽ ഒരുത്തൻ അപകടപ്പെട്ടാൽ നമ്മളങ്ങനെ കളഞ്ഞിട്ട് പോവുകയൊന്നുമില്ല, അതിനുവേണ്ടി തന്നെയാണ്
പരിശ്രമിച്ചതൊക്കെ ഇന്നലെ രാത്രി ഒറ്റ രാത്രി ഓടി ഓട്ടം കൊണ്ട് തന്നെയാണ് രോഹിത്തിൻ്റെ ജയിലിലേക്കുള്ള പോക്ക് തടയാനായത് എന്നിങ്ങനെ പറയുന്നു. ശ്യാമയെ രോഹിത്ത് അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. നിന്റെ വിശ്വസിച്ചതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആപത്തിൽ സഹായിക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കും, എൻ്റെ കൂടെ ആരുണ്ടാവില്ല എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പോകാമെന്നിങ്ങനെ സുസ്മിതയോട് പറഞ്ഞിട്ട് സുസ്മിതയുടെ കാറിൽ കയറി രോഹിത്ത് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. അനുപല്ലവിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. തുടർന്ന് കൂടെ വന്ന വക്കീൽ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാനെങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് വക്കീൽ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ വിഷ്ണുവും ശാലിനിയും കൂടി എത്തുന്നുണ്ട്. അന്നേരം നൂറ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വാപ്പച്ചി ഉടനെയൊന്നും എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് വാപ്പച്ചി അല്ലാതെ വേറെ ആരുമില്ല, വാപ്പച്ചി ഇങ്ങനെ ആയാൽ പിന്നെ എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് നൂറ അങ്ങ് കരയുകയാണ്. അന്നേരം മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല, നൂറിനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയത്, എന്ത് സാഹചര്യത്തിലും പൊരുതി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷെ എൻ്റെ വാപ്പച്ചിയുടെ അവസ്ഥയിൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞ് അങ്ങ് കരയുകയാണ്. അന്നേരം ശാലിനി ഒന്നും പറയുന്നില്ല, പക്ഷെ വിഷ്ണുവിന് അവർക്ക് വിഷമം വരുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട് മോളെ നിന്നോട് അങ്ങനെ ഒരു ചതി ദൈവങ്ങള് നിന്നെ പോലെ പെൺകുട്ടികൾ ദൈവങ്ങൾ അങ്ങനെ ഒരു ചതി കാണിക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അങ്ങ് ആശ്വസിപ്പിക്കാനും ശ്രമിക്കുമ്പോഴും ഈ നൂറങ്ങ് കരയുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ ഇതിന് മുമ്പേ എന്തെങ്കിലും തലചുറ്റലോ തലകറക്കമോ എന്തെങ്കിലും സുബൈർക്കായ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയണമെന്ന് പറയുക. അന്നേരം അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം കുളിമുറിയിൽ വീണതാണല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതെ, കുളിമുറിയിൽ കുളിക്കാൻ പോയപ്പോൾ വീണതാണ്, ഭിത്തിയിൽ തലയിടിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ഭിത്തിയിലോ അപ്പം തറയിലല്ലേ വീണത് എന്ന് ചോദിക്കുമ്പോൾ നൂറ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല. കറക്റ്റ് അത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ തറയിൽ എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, നൂറെ ഇന്നലെ അവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, സത്യം ഉള്ളതുപോലെ സുബൈർക്കായ്ക്ക് എന്താ സംഭവിച്ചത്, ആരോ ശക്തമായിട്ട് തള്ളിയതാണ്, അങ്ങനെ തലയിടിച്ചതാണ് ആ ഒരു ആഘാതത്തിൽ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ നൂറ് ആദ്യം പറയുന്നില്ല. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, മോളെ എന്താണെങ്കിലും പറയേ, നമ്മളോടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് വാപ്പച്ചി ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരോ തള്ളിയതാണ്, അങ്ങനെ വീണതാണ്, പോലീസ് കേസാവും എന്നുള്ളത് കൊണ്ട് ആരോടും പറയണ്ടെന്ന് വാപ്പച്ചി പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും നൂറ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല. അന്നേരവും വിഷ്ണു ആലോചിക്കുന്നുണ്ട്, അവിടെ ഹാളിലാണെങ്കിൽ ഭിത്തിയിലിങ്ങനെ രക്തം കിടക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ രക്തം വീഴുന്നതും അവിടെ സുബൈർക്ക കിടന്നതും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണുവിന് ഈ പറഞ്ഞതും കള്ളമാണെന്ന് അവിടെ മനസ്സിലാവുകയാണ്. ആരെങ്കിലും ഉപദ്രവിച്ചതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് നൂറ രണ്ടാമത് പറഞ്ഞ കള്ളം ഒന്നുകൂടി പറയുന്നത്. അന്നേരം പിന്നീട് വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണുവേട്ടാ ഇത്, നൂറ് പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്, പിന്നെ എന്തൊക്കെയോ കള്ളങ്ങൾ വിഷ്ണുവേട്ടന് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അന്നേരം നൂറ് അവിടെ ഇല്ല, പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, വന്നത് മോഷ്ടാവാണ്, അല്ല സുബൈർക്കായെ പോലെ നല്ലൊരു മനുഷ്യനെ പുറത്തുനിന്ന് വന്ന് ആര് ഉപദ്രവിക്കാനാണ്, പിന്നെ കള്ളനാണ് വന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാതിരിക്കുമോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അതേസമയം അകത്ത് കിടക്കുന്ന സുബൈറിനെയും കാണിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ സുസ്മിതയാണ് രോഹിത്തിനെ ജാമ്യത്തിൽ എടുക്കുന്നതും, പക്ഷേ ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരം കേട്ടുകൊണ്ട് രോഹിത്ത് വരികയാണ് ചെയ്യുന്നത്. അന്നേരമാണ് രോഹിത്തിന് മനസ്സിലാകുന്നത് സത്യങ്ങൾ. തുടർന്ന് അവിടെ നിന്ന് രോഹിത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സീൻ പ്രൊമോയിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ നൂറിൽ നിന്നും വിഷ്ണു എങ്ങനെയാണോ കാര്യങ്ങൾ അറിയുന്നതെന്ന് കാണിക്കുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് വിഷ്ണുവും കമലിനും കൂടി ആ ഒരു നസീറിനെ പിടിക്കാൻ പോകുന്നതും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്